പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് റാൻഡി ഓർട്ടൺ വേഴ്സസ് ഗിന്തർ തമ്മിൽ നടക്കാൻ പോകുന്ന വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ ബാഷ് ഇൻ ബെർലിൻ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ജർമ്മനിയിൽ വെച്ചിട്ടാണ് സൂപ്പർ താരമായ റാൻഡി ഓർട്ടൺ നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗിന്തറിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുന്നത്. മത്സരത്തിൻ്റെ ബിൽഡപ്പിൻ്റെ ഭാഗമായി ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ റാൻഡി ഓർട്ടൻ്റെ സെഗ്മെൻറ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് ഗിന്തർ കടന്നു വരികയും അവിടെ നിന്ന് കൈസർ വന്നിട്ട് റാൻഡി ഓർട്ടനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ആദ്യം റാൻഡി തിരിച്ചടിച്ചെങ്കിലും പിന്നീട് കൈസർ കാലിനെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുകയും പിന്നീട് ഇത് മെയിൻ ഇവൻറ്റിലെ ഒരു സിംഗിൾസ് മത്സരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നതുമായിട്ടാണ് കാണാൻ സാധിച്ചത്. മെയിൻ ഇവൻറ്റിലെ സിംഗിൾസ് മത്സരത്തിൽ തുടക്കത്തിലെ റാൻഡി ഓർട്ടന് കൺട്രോൾ കിട്ടിയെന്നുണ്ടെങ്കിലും റിംഗ് സൈഡിൽ ഗിന്തറിൻ്റെ ഒരു അപ്പിയറൻസ് ഉള്ളത് കൊണ്ട് തന്നെ കൈസർ മത്സരത്തിൻ്റെ ഒരു കൺട്രോൾ ഏറ്റെടുക്കുന്നു. എന്നാലും റാൻഡി ഓർട്ടൺ മത്സരത്തിൽ വിജയിക്കുന്നു. മത്സരശേഷം ഗിന്തർ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്, റാൻഡി ഓർട്ടൺ തിരിച്ചടിക്കുന്നുണ്ട്. അങ്ങനെയാണ് റോ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 റോ എപ്പിസോഡായിട്ട് ഇപ്പോൾ ഒരു ആധിപത്യം കൊടുത്തിട്ടുള്ളത് റാൻഡി ഓർട്ടനാണ്. WWE സ്റ്റോറി ലൈനുകൾ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഇത്തരത്തിൽ ഒരു റെസ്ലറിനെ ആധിപത്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഈ റെസ്ലർ പരാജയപ്പെടാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. അതുതന്നെയാണ് റാൻഡി ഓർട്ടൻ്റെ കാര്യത്തിലും നടക്കാൻ പോകുന്നത്. റാൻഡി ഓർട്ടൻ്റെ കോടിക്കണക്കിന് ആരാധകർ അദ്ദേഹം വീണ്ടും വേൾഡ് ചാമ്പ്യൻ ആകുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ ഈ ബാഷ് ഇൻ ബെർലിൻ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ റാൻഡി ഓർട്ടൺ വേൾഡ് ചാമ്പ്യൻ ആകുന്നത് കാണാൻ സാധിക്കില്ല എന്നുള്ളത് 101% ഉറപ്പായിരിക്കുന്നു. റാൻഡി ഓർട്ടനെ ഗിന്തർ ക്ലീനായി പരാജയപ്പെടുത്താനും സാധ്യതകൾ വർദ്ധിച്ചിട്ടുണ്ട്. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് വൈറ്റ് 6നെ സംബന്ധിച്ചാണ്. ഇന്നത്തെ റോ എപ്പിസോഡിൽ ആൽഫ അക്കാദമി ഫാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് മാക്സിനി ഡുപ്രിയും അമേരിക്കൻ മെയ്ഡ് എന്ന ഫാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഐവി നൈലും പങ്കെടുക്കുന്ന ഒരു സിംഗിൾസ് മത്സരം നടക്കേണ്ടതായിരുന്നു. മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മാക്സിനി ഡുപ്രി ഐവി നൈലിനെ ആക്രമിച്ചു. അങ്ങനെ ഐവി നൈൽ തിരിച്ചടിക്കുന്ന സമയത്ത് വൈറ്റ് 6ൻ്റെ ഒരു അപ്പിയറൻസിൻ്റെ സൂചന നൽകുകയും ആ റിങ്ങിന് ചുറ്റും സ്മോക്ക് വരികയും അവിടെ നിന്ന് നിക്കി ക്രോസിൻ്റെ വൈറ്റ് 6ലെ ക്യാരക്ടറായ അബിസി വിച്ച് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ വരികയും ഐവി നൈലിനെ ആക്രമിക്കുകയും ചെയ്തു. ഐവി നൈലിനെ സഹായിക്കാൻ വേണ്ടി അമേരിക്കൻ മെയ്ഡിലെ ജാഡ് ഗേബിളും ക്രിസ് ബ്രദേഴ്സും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരെ ആക്രമിക്കാൻ വേണ്ടി വൈറ്റ് 6ലെ ബാക്കി മെമ്പേഴ്സും, അതായത് എറിക് റോവൻ, ഡെക്സ്റ്റർ ലൂമിസ്, ജോ ഗേസി തുടങ്ങിയവരൊക്കെ വരുന്നുണ്ട്. അവസാനം ജാഡ് ഗേബിളിനെ അങ്കിൾ ഹൗഡി വന്നിട്ട് സിസ്റ്റർ എബിഗെയിൽ എന്ന മൂവ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നുണ്ട്. അതിലുപരി നമുക്ക് ഇപ്പോൾ ഒരു സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ്, അടുത്ത റോ എപ്പിസോഡിൽ അങ്കിൾ ഹൗഡിയുടെ ഡെബ്യൂ മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ജാഡ് ഗേബിളിനെതിരെയാണ് അങ്കിൾ ഹൗഡിയുടെ ഡെബ്യൂ മത്സരം കൺഫേം ചെയ്തിട്ടുള്ളത്. ബ്രേവൈറ്റ് ജീവിച്ചിരിക്കുന്ന സമയത്താണ് അങ്കിൾ ഹൗഡി ക്യാരക്ടർ വന്നത് എന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് അങ്കിൾ ഹൗഡിയുടെ ഡെബ്യൂ മത്സരം ഓൺ സ്ക്രീനിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഡെബ്യൂ മത്സരമാണ് അടുത്ത റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുക. കൂടാതെ ഈ ഡെബ്യൂ മത്സരത്തിന് മറ്റൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ബ്രേവൈറ്റ് മരണപ്പെട്ടിട്ട് ഫസ്റ്റ് ആനിവേഴ്സറി ആ ദിനത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ഒരു മത്സരം കൂടിയാണെന്നുള്ളതാണ്. അപ്പോൾ അങ്കിൾ ഹൗഡി എന്ന് പറയുന്ന ക്യാരക്ടർ ബ്രേവൈറ്റ് കൊണ്ടുവന്ന ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഡെത്ത് ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് തന്നെ ഡെബ്യൂ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഫുൾ കണക്റ്റഡ് ആയിട്ട് അവർ ചെയ്യാൻ വേണ്ടി മാക്സിമം പരിശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളൊരു പോയിന്റും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ബാഷ് ഇൻ ബെർലിൻ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതുതായി കൺഫേം ചെയ്തിരിക്കുന്ന മത്സരത്തെ സംബന്ധിച്ചാണ്. ഒരു സ്ട്രാപ്പ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. സൂപ്പർ താരമായ CM പങ്കും മറ്റൊരു സൂപ്പർ താരമായ ഡ്രൂ മാക്കിൻഡയറും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഇവരുടെ സ്റ്റോറി ലൈൻ പ്രകാരമുള്ള രണ്ടാമത്തെ മത്സരത്തിൽ ആർക്കാണ് വിജയ സാധ്യത എന്നുള്ളത് ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ CM പങ്കിനാണ് വിജയ സാധ്യത. പലർക്കും ഇതിൻ്റെ കാരണം അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതൊരു ലോങ് ടേം സ്റ്റോറിയാണ്. ഇത്തരത്തിലുള്ള ലോങ് ടേം സ്റ്റോറിക്ക് 3 മത്സരങ്ങളുടെ ഒരു പരമ്പരയാണ് WWE സ്റ്റോറി ലൈൻ പ്രകാരം കൊടുക്കാറുള്ളത്. ആദ്യ മത്സരത്തിൽ സമ്മർ സ്ലാമിൽ ഡ്രൂ മാക്കിൻഡയർ വിജയിച്ചു. രണ്ടാമത്തെ മത്സരത്തിൽ CM പങ്ക് വിജയിക്കും. മൂന്നാമത്തെ മത്സരത്തിൽ ആര് വിജയിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി വളർത്തി ഈ ഫ്യൂഡ് അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റ് വരെ കൊണ്ടുപോകും. അപ്പോൾ ഈ സ്റ്റോറി ലൈൻ പ്രകാരം ബാഷ് ഇൻ ബെർലിനിൽ നടക്കാൻ പോകുന്ന സ്ട്രാപ്പ് മത്സരത്തിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ CM പങ്ക് ആയിരിക്കും ഡ്രൂ മാക്കിൻഡയറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിക്കുക. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ബിഗ് ബ്രോൺസൺ റീഡിന് പുതിയ എതിരാളി വന്നതിനെ സംബന്ധിച്ചാണ്. ബ്രോൺസൺ റീഡ് വേഴ്സസ് ദ മിസ് തമ്മിലുള്ള നോ ഡിസ്ക്വാളിഫിക്കേഷൻ മത്സരത്തിൽ മിസിനെ ഒരു വൺ സൈഡ് മത്സര വിജയം പോലെയാണ് ബ്രോൺസൺ റീഡ് പരാജയപ്പെടുത്തിയത്. മത്സരശേഷം പിന്നെയും
മിസിനെ ആക്രമിക്കാൻ വേണ്ടി സുനാമി എന്ന മൂവ് ചെയ്ത് ഇങ്ങനെ ആക്രമിക്കാൻ വേണ്ടി ടോപ്പ് റോപ്പിൻ്റെ മുകളിലേക്ക് കയറിയ ബ്രോൺസൺ റീഡിനെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു എതിരാളിയെയാണ് നേരിടേണ്ടി വന്നത്. അവിടേക്ക് ബ്രോൺ സ്ട്രോമൻ മോൺസ്റ്റർ റെസ്ലർ കയറി വരുന്നതും ഈ ബ്രോൺസൺ റീഡുമായി ഫേസ് ടു ഫേസ് നിൽക്കുന്നതുമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അതിന് പ്രകാരം അടുത്ത റോ എപ്പിസോഡിലേക്ക് ഇവർ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. മിക്കവാറും റിങ് പൊട്ടിപ്പൊളിയാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. ബ്രോൺസൺ റീഡിന് വലിയൊരു ഹൈപ്പും വലിയൊരു പുഷുമാണ് നിലവിൽ റോയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 5ാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്ന ഏക ചാമ്പ്യൻഷിപ്പ് മത്സരം വുമൻസിൻ്റെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ ഐല ഡോൺ, ആൽബ ഫയർ തുടങ്ങിയവരുടെ ടീം ഡാമേജ് കൺട്രോൾ, അതുപോലെ തന്നെ ഷൈന ബേസ്ലർ, സോയി സ്റ്റാർക്ക് തുടങ്ങിയവരുടെ ടീമിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. ഈ ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് നിലവിലെ ചാമ്പ്യന്മാർക്ക് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചു. സ്മാക്ഡൗൺ ബ്രാൻഡിലുള്ള ബിയാങ്ക ബെലേർ, ജേഡ് കാർഗിൽ തുടങ്ങിയവർ തന്നെയായിരിക്കും ഈ ചാമ്പ്യൻഷിപ്പിന്റെ കടുത്ത എതിരാളികളായി അവർക്ക് ഇനി അടുത്ത ഒരു ലെവലിൽ വരാൻ പോകുന്നത്. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ജഡ്ജ്മെന്റ് ഡേ സ്റ്റോറിയെ സംബന്ധിച്ചാണ്. ഇന്നത്തെ റോ എപ്പിസോഡിലെ ഒരു കിടിലൻ സെഗ്മെന്റായി നമുക്ക് കാണാൻ സാധിച്ചത് ഈ ജഡ്ജ്മെന്റ് ഡേയുടെ സ്റ്റോറി തന്നെയായിരുന്നു. ഡൊമിനിക് മിസ്റ്റീരിയോ വേഴ്സസ് ഡെമിൻ പ്രീസ്റ്റ് തമ്മിലുള്ള സിംഗിൾസ് മത്സരം നടക്കേണ്ടതായിരുന്നു. മത്സരത്തിൽ ഡെമിൻ പ്രീസ്റ്റിൻ്റെ ഒരു എൻട്രൻസ് സമയത്ത് തന്നെ ഡെമിൻ പ്രീസ്റ്റിന് മനസ്സിലായി ജഡ്ജ്മെന്റ് ഗ്രൂപ്പ് തന്നെ ആക്രമിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഫിൻ ബാലറും ജെഡി മെക്ഡോണയും കാർലിറ്റയും അങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ അവർക്കെതിരെ പോരാടി നിന്ന ഡെമിൻ പ്രീസ്റ്റിന് പക്ഷേ ജഡ്ജ്മെന്റ് ഡേക്കെതിരെ ഒരു വലിയ പോരാട്ടം നടത്താൻ സാധിച്ചില്ല. റിയ റിപ്ലിയുടെ ഒരു വരവ് ഉണ്ടായിരുന്നെങ്കിൽ പോലും റിയ റിപ്ലിയെ പിന്നീട് ലിവ് മോർഗൻ വന്ന് ബ്രൂട്ടലായി ആക്രമിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഈ ജഡ്ജ്മെന്റ് ഡേ ഗ്രൂപ്പ് ഒന്നടങ്കം ഡെമിൻ പ്രീസ്റ്റിനെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സെഗ്മെൻറ്റ് കൊടുത്തതിൻ്റെ കാരണം ജഡ്ജ്മെന്റ് ഡേ ഗ്രൂപ്പിനെ ഒരിക്കലും താഴോട്ടേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 2 റോ എപ്പിസോഡിൽ ടെറർ ട്വിൻസ് എന്ന് അറിയപ്പെടുന്ന റിയ റിപ്ലി, ഡെമിൻ പ്രീസ്റ്റ് തുടങ്ങിയവർക്കാണ് വലിയ മേധാവിത്വം കൊടുത്തത്. അത് ജഡ്ജ്മെന്റ് ഡേ എന്ന് പറയുന്ന ഈ ഫാക്ഷൻ്റെ മൊമെൻറ്റത്തെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബാഷ് ഇൻ ബെർലിൻ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടക്കാൻ പോകുന്ന മിക്സ്ഡ് ടാഗ് ടീം മത്സരം അതൊരു വൺ സൈഡ് മാച്ചായി പോകുമോ എന്നുള്ളൊരു രീതിയിലേക്ക് ഇതിൻ്റെ ബിൽഡപ്പ് മാറിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ ആരാധകർ ഈ സ്റ്റോറിക്ക് വലിയൊരു പിന്തുണ കൊടുക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ് അതിൽ ഈ ജഡ്ജ്മെന്റ് ഡേ ടീം അംഗങ്ങൾ കാഴ്ചവെച്ച ആ ഒരു പെർഫോമൻസ്, പ്രത്യേകിച്ച് ലിവ് മോർഗൻ്റെ പെർഫോമൻസ്, അതൊക്കെ ബാക്ക് സ്റ്റേജിൽ വലിയ രീതിയിലുള്ള കയ്യടികൾ ലിവ് മോർഗനെ നേടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റുകൾ ഭാവിയിൽ വരാൻ പോകുന്ന മത്സരത്തിന് നൽകുന്ന ഒരു ഹൈപ്പ് ഉണ്ട്. ആ ഒരു ഹൈപ്പ് നല്ല രീതിയിൽ ഈ മിക്സ്ഡ് ടാഗ് ടീം മത്സരത്തിന് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വലിയ നെടുന്തുണ്ടാകുന്ന ഒരു സെഗ്മെൻറ്റാണ് നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചത്. ഡെമിൻ പ്രീസ്റ്റ്, റിയ റിപ്ലി തുടങ്ങിയവർ ഈ ഗ്രൂപ്പിൽ നിന്ന് മാറി നിന്നാലും ജഡ്ജ്മെന്റ് ഡേ ഗ്രൂപ്പിൻ്റെ അതൊരു സ്റ്റോറി അത് അതേ പഴയ ഒരു ഫോഴ്സിൽ തന്നെ പഴയ ഒരു ലെവലിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് ഒരിക്കൽ കൂടി ഒരു തെളിവായി കാണിച്ചു തരുന്നതായിരുന്നു നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ച സെഗ്മെൻറ്റ്. അടുത്ത റോ എപ്പിസോഡിലേക്ക് നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കറിൻ്റെ എതിരാളിയെ കണ്ടുപിടിക്കുന്ന ടൂർണമെൻറ്റ് ആരംഭിക്കുന്നു എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കുന്ന റെസ്ലേഴ്സിനെയോ മത്സരങ്ങൾ ആർക്ക് തമ്മിലാണോ എന്നുള്ളതും കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ ടൂർണമെൻറ്റ് ആരംഭിക്കും എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. അവസാനമായി പങ്കുവെക്കാനുള്ളത് ന്യൂ ഡേ ടീമിൻ്റെ സ്റ്റോറിയെ സംബന്ധിച്ചാണ്. ഇന്നത്തെ റോ എപ്പിസോഡിൽ ന്യൂ ഡേ ടീമിലെ സേവിയർ വുഡ്സ്, കോഫി കിങ്സ്റ്റൺ, അതുപോലെ തന്നെ ഒഡീസി ജോൺസൺ തുടങ്ങിയവർ ടീം ആയിക്കൊണ്ട് ദി ഫൈനൽ ടെസ്റ്റ്മെൻറ്റിലെ കെരൺ ക്രോസ്, അതുപോലെ തന്നെ AOP തുടങ്ങിയവർക്കെതിരെ ഒരു 6 മാൻ ടാഗ് ടീം മത്സരം കളിച്ചിരുന്നു. മത്സരത്തിൽ ന്യൂ ഡേ വിജയിച്ചതാണെങ്കിലും മത്സരത്തിന് ഇടയിൽ സേവിയർ വുഡ്സിന് കോഫി ടാഗ് കൊടുക്കാത്തതിനെ തുടർന്ന് സേവിയർ വുഡ്സിൻ്റെ മുഖത്ത് വലിയ നിരാശയുണ്ടായിരുന്നു. ഒഡീസി ജോൺസ് ആണെങ്കിൽ മത്സരത്തിൽ വലിയ രീതിയിലുള്ളൊരു ആധിപത്യം പുലർത്തിയിരുന്നു. ക്രൗഡിൻ്റെ വലിയൊരു സപ്പോർട്ടും വലിയ റിയാക്ഷനൊക്കെ ഒഡീസി ജോൺസിൻ്റെ പെർഫോമൻസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒഡീസി ജോൺസ് പോലെ കോഫി കിങ്സിനും ഒഡീസി ജോൺസും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതൊന്നും സേവിയർ വുഡ്സിന് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. അത്തരത്തിലുള്ള മുഖഭാവമാണ് നമുക്ക് സേവിയർ വുഡ്സിൻ്റെതായി കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസത്തിലെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സേവിയർ വുഡ്സിൻ്റെ ഹീൽ ടേണിൻ്റെ ഒരു സാധ്യത ഉണ്ട്, ന്യൂ ഡേ ടീം സ്പ്ലിറ്റ് ആകും എന്നുള്ളത്. അത് എന്തായാലും നടക്കും എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു റോ എപ്പിസോഡും കൂടിയായിരുന്നു നമുക്കിന്ന് കാണാൻ സാധിച്ചത്. റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.